അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വെൽക്കം ടു ഫെയ്ത്ത് ടോക്സ് വിത്ത് ജംഷീർ. നമ്മളിന്നുള്ളത് എറണാകുളം സ്വദേശിയായ ഉമറിൻ്റെ കൂടെയാണ്. അദ്ദേഹം 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഉമർ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട്. താങ്കൾ 4 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു. താങ്കളുടെ പഴയ പേരെന്തായിരുന്നു? സിനു സേവിയർ. എന്തായിരുന്നു ഇസ്ലാം സ്വീകരിക്കാനുള്ളൊരു പ്രചോദനം? ഏകദൈവ വിശ്വാസം. ഏകദൈവ വിശ്വാസം. താങ്കൾ ഏകനായ സൃഷ്ടാവ് മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ള വിശ്വാസം നിലപാട്. എങ്ങനെയാണ് നിലപാടിലേക്ക് എത്തിയത്? തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യ കാര്യം, ഞാൻ ക്രിസ്ത്യനായിട്ടാണ് ഒരു 3-4 വർഷം മുമ്പ് ജീവിച്ചതും വളർന്നതും. അവരുടെ പള്ളിയിലും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോകും. ഓരെല്ലാം മുടങ്ങാണ്ട് കുർബാന കൈക്കൊള്ളും. അപ്പം അത് ക്രിസ്ത്യാനിയായിട്ടാണ് താങ്കൾ ജനിച്ചത്. പിന്നെ അതിൽ നമുക്കൊരു കുറച്ച് നാൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്ന് പള്ളിയിലൊക്കെ പോകാണ്ട്, പിന്നെ അലസതയായി, പിന്നെ ഈ ലഹരി കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു കൂട്ടുകാരനുണ്ട്, സനീഷ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ പത്രത്തിൻ്റെ ഓരോ അവരുടെ ഓഫീസിൽ പോയിട്ട് പത്രം കളക്ട് ചെയ്തിട്ട് ഓരോ ഏജൻറ്റുമാരുടെ അടുത്ത് കൊണ്ട് കൊടുക്കലാണ്. അപ്പം ഞാനും പോവും, രാത്രിയാണ്, നമുക്ക് കുഴപ്പമില്ല. ആ സമയത്ത് നല്ലൊരു ഇതിൽ ഫ്രണ്ട്ഷിപ്പിൽ പോകണേണ്. അപ്പം ഞാൻ ആ സമയത്ത് പോകുമ്പോൾ ഞാൻ കൂടുതൽ പാട്ടേ വെക്കുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ. അപ്പം അവനാദ്യം ഇതൊന്നും മിണ്ടൂല. നമ്മൾ കൂടെ പോണേണ് ചെറിയൊരു സഹായത്തിന് വേണ്ടി. പിന്നെ കുറേ പോകുമ്പോൾ ഇടക്കിടക്ക് ഇവൻ ഒരു വഹള് വെക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം എനിക്കിത് ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. പ്രഭാഷണങ്ങൾ എനിക്കെന്തൊരു മടുപ്പ് പോലെ കേൾക്കുമ്പോൾ. അതിനേക്കാളും പാട്ടല്ലെന്ന് ഞാനത് മാറ്റി പാട്ട് വെക്കും. പിന്നെ ഞാൻ ഓർത്തു ഒരു ദിവസം ഒന്ന് കേട്ട് നോക്കാം, എന്താണ് ഇവൻ കേൾക്കണൊരു സംഭവം ഉണ്ടാവൂല. ഞാൻ പയ്യെ കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് കൊള്ളാം. ചെറിയൊരു അതിലൊരു എന്താ പറയുക, ഒരു ലഹരി പോലെ എനിക്കൊരു തോന്നി. എന്തില്ല, ഞാനത് അങ്ങോട്ട് പയ്യേക്ക് ഓരോ തന്നെ എല്ലാ ദിവസവും പോവും. അങ്ങനെ പയ്യെ കേട്ട് ആദ്യം ഞാൻ ഉമറുല്ലാഹുവിനെയാണ് അറിഞ്ഞത്. ആദ്യമായിട്ട് കേട്ട പ്രഭാഷണം ഉമറുല്ലാഹിനെ കുറിച്ചായിരുന്നു. ശരിക്കും മനസ്സിരുത്തി വന്നത് ഉമറുല്ലാഹിന്റെ ഓരോരോ പഴയ കാലത്ത് നിന്ന് പുതിയ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രങ്ങളെല്ലാം ആ സമയത്ത് മുടങ്ങാണ്ട് കേൾക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര അങ്ങനെയാണ് ഇസ്ലാം എന്നൊരു സംഭവത്തിലേക്ക് വന്നത്. പിന്നെ പയ്യെ അള്ളാഹ് എന്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്നും അങ്ങനെ ഓരോന്നായിട്ട് അറിയാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ ഇപ്പം ഈ പറഞ്ഞ അവൻ്റെ അടുത്ത് നിന്ന് മാറി അനൂപ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്താണ് ശരിക്കും ഈ കാലത്തിലേക്ക് ഇറങ്ങിയത്. അവനും ഇപ്പം നമ്മളെ പോലെയൊക്കെ തന്നെയായിരുന്നു. അവൻ്റെ അടുത്ത് പോവും, ഇതുപോലെ നമ്മൾ ഓരോ ഭാഗത്തും കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ ഇതിലേക്കാകണമെന്നൊരു ഭയങ്കര ചിന്ത വന്നു. അപ്പം എന്താണ്, എനിക്ക് 2 കാര്യങ്ങൾ ഉള്ളിലേക്ക് വന്നു. ഒന്ന്, എൻ്റെ വീട്, അനിയന്മാർ, ബന്ധുക്കൾ. ഇതിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവരെന്നെ ചെയ്യാൻ പോണത്. കാരണം എൻ്റെ അപ്പനും അമ്മയും ചെറുതിലെ മരിച്ചുപോയി. അനിയന്മാരുണ്ട് 2 പേര്. അപ്പം എന്നെ വളർത്തിയെന്ന് തൊട്ട് 4ാം ക്ലാസ് തൊട്ട് നോക്കിയത് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ ഭാര്യയും ചേട്ടനും കൂടെയായിരുന്നു. നമുക്ക് പോകാൻ വേറൊരു ഇടവില്ല. ഇവരെന്ത് ചെയ്യും, ഇറക്കി വിട്ടാലേ പേടിയുണ്ട് ഉള്ളിൽ. പക്ഷെ എന്നാലാ ഇതാകണമെന്നുള്ളൊരു ചിന്തയും അൽഹംദുലില്ലാഹ്. ഞാനപ്പം അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് കാര്യം പറഞ്ഞു, ഈ മോനുവിൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ വഴി അൽഹംദുലില്ലാഹ് നമ്മ കലിമ ചൊല്ലി. അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു ഉള്ളിൽ നിന്നൊരു ഭയം ഉണ്ടായി, പിന്നെ ഒരു പറയാൻ പറ്റാത്തൊരു സന്തോഷം വരുന്നത് അൽഹംദുലില്ലാഹ്. പിന്നെ ഇത് നമ്മളുള്ളിൽ നിന്ന് മാത്രം അറിഞ്ഞാൽ പോലെ, ഇത് അറിയിക്കണം നമ്മളിങ്ങനെ ആയിട്ടുണ്ട്. കാരണം വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ നമസ്കാരം ഒന്നും അറിയാൻ പാടില്ല, തുടങ്ങിയിട്ടുള്ളൂല്ലോ. അപ്പം അത് കലിമ ചൊല്ലി 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ നിന്നൊരിത് ഇത് പറയണം വീട്ടുകാരോട്. എന്തായാലും പന്നിടത്ത് വെച്ച് കാണാം, എന്തും വരട്ടെ. നമ്മൾ ഏതായാലും പറയണം. നമുക്ക് പറയാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നിസ്കാരം
പഠിച്ച് നമുക്ക് പള്ളിയിൽ പോകണം. കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണ് പള്ളി. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് അവരെ എങ്ങനെ വന്നാലും ആരെങ്കിലും കാണും, അറിയും. അതിന് മുമ്പ് തന്നെ ഞാൻ പറയണം എന്നുള്ള ചിന്ത. അപ്പം ഞമ്മ ഒരു ദിവസം ചായ കുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരോട് പറഞ്ഞു, എനിക്ക് ഇന്ന പോലെ PT പറയണം, ഇല്ല ശരിയാവൂല. അപ്പം ഞാൻ ചെന്ന് എല്ലാവരെയും വിളിച്ച്. അപ്പം അവർ വിചാരിച്ചത് വേറെ എന്തെങ്കിലും ഭയങ്കര വലിയ കാര്യമൊക്കെ ഒന്ന് ഓർത്ത്, ഒരു വല്ല സ്നേഹത്തിൻ്റെ അങ്ങനെയൊക്കെ കാര്യമൊന്നും അവർ ഓർത്ത്. പക്ഷെ ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഞെട്ടി. എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചിരുത്തി, ഞാൻ താമസിക്കുന്ന വീട്ടിൽ വിളിച്ചിരുത്തി ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ ഇന്നപോലെ ഇസ്ലാമിലേക്ക് ആയിട്ടുണ്ട്. അവരെല്ലാം ഞെട്ടി. എല്ലാരും ഉണ്ട്. എൻ്റെ അപ്പൻ്റെ ചേട്ടനുണ്ട്, ഭാര്യ, പിന്നെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, പിന്നെ എൻ്റെ മരിച്ചുവിൻ്റെ അമ്മയുടെ ആങ്ങള, ഒരു 5-10 പേരുണ്ടായി. അവര് പേടിച്ച് ഈ സംഭവം പെട്ടെന്ന് ഞെട്ടി. എനിക്ക് എന്താ പറയണ്ടേന്ന് പെട്ടെന്ന്. എന്താ അവരോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന പോലെ ഇസ്ലാമിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്തതെന്ന് അവർ ചോദിച്ചു. ഇന്ന പോലെ എനിക്ക് എൻ്റെ ഒരു എന്താ പറയാ, എന്താ അതിനെ പറയാ, എനിക്ക് ഇതിലേക്കൊരു ഇഷ്ടം വന്നു. എനിക്ക് ഏകദേശ വിശ്വാസം ഇതിലേക്ക് അറിഞ്ഞ്, നീ ആര് കാരണം കൊണ്ടാണ് ഇതിലേക്ക് പോയതെന്ന് പറഞ്ഞു. നിന്റെ കൂട്ടുകാർ വഴിയാണ്. എനിക്ക് ആര് വഴിയല്ല, എനിക്കിത് തോന്നി, അതിനെപ്പറ്റി അറിഞ്ഞ് അൽഹംദുലില്ലാ ഞാൻ ഇതിലേക്കായി. അപ്പം അവരവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഭയങ്കര കടിച്ച പൊട്ടച്ച ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞ നമ്മളെ. അപ്പം തന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു എന്നോട്, കുറെ ചീത്തകളും പറഞ്ഞ്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഇറങ്ങണമല്ല അൽഹംദുലില്ലാ. ഞാനപ്പം തന്നെ നമ്മുടെ കുറച്ച് ഫണ്ട് ഉണ്ടായി കയ്യിൽ. ഇതിനു മുമ്പ് തന്നെ കലിമല്ലി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പറയണത്. അതിന് മുമ്പ് തന്നെ നമ്മ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ച് ഞാൻ റൂം എടുത്തിട്ട് ഏതായാലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ പോയിട്ട് ഒരു ലോഡ്ജിൽ പോയിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് റൂമൊക്കെ സെറ്റാക്കിയിട്ട് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കി നേരെ ലോഡ്ജിൽ പോയി താമസം തുടങ്ങി. എന്തില്ല അവിടെ നിന്ന് ഇതുവരെയായിട്ടുള്ളതും ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബ് ഭയങ്കര അനുഗ്രഹമാണ് എനിക്ക് തന്നത്. എനിക്ക് ബുദ്ധിമുട്ടൊന്നും എനിക്ക് അങ്ങനെ വലിയ മാറിക്കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം അൽഹംദുലില്ലാ അല്ലാഹു ഇങ്ങനെ എളുപ്പമാക്കി തന്നിട്ടില്ല ഇതുവരെയായിട്ടും അൽഹംദുലില്ലാ. വീട്ടുകാരായാലും ഇപ്പം അന്ന് ഇതിലേക്ക് കാസ്റ്റ് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഒരു 1.5 കൊല്ലം വരെ ഭയങ്കര ഒരു ഇതായിരുന്നു. മിണ്ടയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ എത്രയോ നാളും ഞാൻ അവരുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ ലഹരി ഉപയോഗിച്ച് നടന്നവരാണ്. പെട്ടെന്ന് ഈ കാസ്റ്റിലേക്കും ചേഞ്ച് ചെയ്ത് എല്ലാം ഇത് ഉപേക്ഷിച്ച് ഇങ്ങനെ ഇതിലേക്കായപ്പോൾ അവർക്കൊരു ഭയങ്കര ഇഷ്ടം പോലെ ഇതൊക്കെയായിരുന്നു. എന്തുമില്ല ഇപ്പോഴും ഞാൻ ഇത് ബന്ധം നിലനിർത്തിപ്പോണ്ട് നല്ല രീതിയിൽ തന്നെ നിലനിർത്തിപ്പോണ്ട്. ഈ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർക്കൊരു വിയോജിപ്പും ഒരു പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നീട് എപ്പോഴാണ് അത് ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയത്? ഒരു ടൈം എടുത്തു, ഒരു 1 year ഒരു കൊല്ലമൊക്കെ എടുത്ത് ഇതിൽ എന്നോടൊന്ന് ഇത് ആയി വരാൻ എന്താ പറയാ ഒത്തുചേർന്ന് വരാൻ വേണ്ടി സമയം കൊടുത്ത്. അനിയന്മാരുമായിട്ടുള്ള ബന്ധം? അനിയന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയാള്, എനിക്ക് 2 അനിയന്മാരാണ്. ഇളയാള് കുഴപ്പമില്ല, മനു എന്നാണ് പേര്. രണ്ടാമത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനോയ്. അവൻ നമ്മളോട് വലിയ ഇപ്പോഴും ഒരു ചേർച്ചയായിട്ടില്ല. ബാക്കി അൽഹംദുലില്ലാ ബാക്കി എല്ലാവരും. അവൻ പറഞ്ഞത് ഇവന് വേറെ എന്താ പറയുക വല്ല ഹിന്ദുവാ വേറെ വല്ല ആയിക്കൂടെ, എന്തിനാണ് ഈ കാക്കമാരുടെ കൂടെ പോയതെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അവർക്കറിയാൻ പാടില്ലല്ലോ ഇസ്ലാം എന്താണെന്നും അള്ളാഹു എന്താണെന്നും അവർക്കറിയാൻ പാടില്ല. ഏകദേശ വിശ്വാസം എന്താണെന്ന് അറിയാൻ പാടില്ല. അള്ളാഹു ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കച്ചേരിപ്പടിയിലുണ്ട്. അതിൽ നിന്ന് ഈ അഴുക്കുചാലിൽ നിന്ന് തന്നെ അൽഹംദുലില്ലാ അള്ളാന്റെ ഒരു സുന്ദരമായ ദീനിലേക്ക് എന്നെ എടുത്തിടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്വാളിറ്റി അൽഹംദുലില്ലാ എൻ്റെ കയ്യിൽ കണ്ടിട്ടായിരിക്കും എന്നെ സുബ്ഹാനഹു വ തആല എന്നെ അടുത്ത് നല്ല ചെളിക്കുണ്ടിൽ നിന്ന് നല്ല സ്ഥലത്തേക്ക്. എനിക്ക് ഇപ്പോഴും അത് തന്നെ തോന്നുള്ളൂ. ഇപ്പോഴും ഞാൻ പഴയ രീതിയിലായിരുന്നെങ്കിൽ വേറെ വല്ല ഇതിലേക്കൊക്കെ പോയാൽ അൽഹംദുലില്ലാ. റബ്ബെന്നെ ഇതുവരെയായിട്ടും കൈവിട്ടിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ എനിക്ക് എന്താ എളുപ്പമാക്കി തന്നേക്കണേ. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലമായി. എനിക്കിപ്പോൾ ഒരു 4-4.5 മാസമുള്ളൊരു പെൺകുഞ്ഞുണ്ട്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു.
വൈഫ് ഡെലിവറി സമയത്ത് ആരും ഇല്ലല്ലോ കൂടെ. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഒരു അനാഥാലയത്തിൽ നിന്നാണ് കെട്ടിയത്. അപ്പം അങ്ങോട്ടുള്ള മുൻപോട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? കാരണം വൈഫിനെ നോക്കാൻ ആളെ നിർത്തണം. ഈ കുഞ്ഞ് ഓരോ കാര്യങ്ങളും ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അതല്ല ഇൻഷാല്ലാ നടക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലൊരു എന്താ പറയാ, ഒരുപാട് ബന്ധുക്കളും ഒരുപാട് ആളുകളൊക്കെ വേണ്ട സാഹചര്യങ്ങൾ, ഘട്ടങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രസവവും അതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടൊക്കെ വേണ്ടതുണ്ട്. അവിടെ ഒന്നും ആരുമില്ല. നമ്മൾ ആ സമയത്ത് ഭയങ്കര ടെൻഷൻ അടിക്കും. എന്തില്ല പൂ പറിക്കണോല്ലാതെ റെഡിയാക്കി തന്നു, എളുപ്പമാക്കി. പിന്നെ അൽഹംദുലില്ലാ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കണ പോലും ഞാൻ എന്ത് ചെയ്യും, ഒരു തല നിർത്തി. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ടെൻഷനായി. ഈ കുഞ്ഞിനെ എനിക്ക് നോക്കിയെടുത്ത് പരിചയമില്ല, എൻ്റെ വൈഫിനും പരിചയമില്ല. അൽഹംദുലില്ലാ ഉമ്മ പോയി, 2-ാം മാസം ഇപ്പൊ വൈഫ് തന്നെ അൽഹംദുലില്ലാ എല്ലാം ചെയ്തു. അതുവരെ എനിക്ക് എൻ്റെ റബ്ബ് എനിക്ക് എന്താ പറയാ ഇണക്കി തന്നെ അൽഹംദുലില്ലാ. ഇതുവരെട്ടുള്ള കാര്യങ്ങളെല്ലാം ചേട്ടനോ. ഇപ്പോഴും താങ്കൾ ജീവിക്കുന്നത് ലോഡ്ജിലാണോ? ഇല്ല ഇപ്പൊ ഞാൻ ലോഡ്ജിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലോ. അപ്പൊ ഒരു 6 മാസം, ഒരു 4 മാസം വരെ ലോഡ്ജിൽ താമസിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് മാറി. ഇപ്പൊ 2ാമത് വണ്ടിയിൽ പോയെന്നില്ല. ആദ്യം 2ാമത് അനൂപ് എന്നാണ് പേര്. പുള്ളിയുടെ വീട്ടിൽ പുള്ളിയുടെ വൈഫ് പ്രഗ്നന്റ് ആയിട്ട് പുള്ളി കൊണ്ടാക്കി. വീട്ടില് ഒറ്റക്കാണ്. അവൻ വിളിച്ചിട്ട് പോയി നമുക്ക് അവിടെ വീട്ടിലേക്ക്. അൽഹംദുലില്ലാ അവിടെ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് റബ്ബിന്റെ. അവിടെ നിന്നാണ് പിന്നെ എൻ്റെ ഇപ്പൊ വാടക വീട്ടിലേക്കുള്ള പൈസയും കാര്യങ്ങളും എല്ലാം എനിക്ക് മാറ്റി വെക്കാൻ പറ്റും. ഈ എന്താ പറയാ ഈ ടൈം വരെ അൽഹംദുലില്ലാ ആ സമയം അവൻ അന്നാ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ലോഡ്ജിൽ തന്നെ ഇരിക്കും. കാരണം എനിക്ക് മാറ്റി വെക്കാനൊന്നും പറ്റൂല. റബ്ബ് എനിക്ക് അവിടെ ഒരു എളുപ്പവഴി ഉണ്ടാക്കി തരും. നല്ലൊരു ജോലിയുണ്ട്. പിന്നെ അൽഹംദുലില്ലാ എനിക്ക് എൻ്റെ എനിക്കിപ്പോ ഫാദർ മരിച്ച എൻ്റെ കോർപ്പറേഷൻ ജോലി എനിക്ക് അത് തന്നെ അൽഹംദുലില്ലാ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം ഞാൻ കലിമ ചൊല്ലി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പണി കിട്ടി. കാരണം ഞാൻ ഒരു 19-ആം വയസ്സിൽ ഈ കോർപ്പറേഷൻ പണി ഫീൽഡ് അറിയാലോ, ഓരോ ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ജോലിയുടെ ഭയങ്കര പ്രയാസവും. ഞാനൊരു 20 വയസ്സ് ഇതിന്റെ പുറകിൽ ഓടി കിട്ടണില്ല. അൽഹംദുലില്ലാ കലിമ ചൊല്ലി കിട്ടാൻ ഭയങ്കര പാടുപെട്ട ജോലിയായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓർഡർ വന്നു വർക്കിന് കയറണമെന്ന്. അൽഹംദുലില്ലാ അത് ഒന്നാമത്തെ അൽഹംദുലില്ലാ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സ്വന്തമായ ഒരു ജോലിയായി അൽഹംദുലില്ലാ റബ്ബിന്റെ കാരുണ്യം കൊണ്ട് നല്ലൊരു ജീവിതം എനിക്ക് റബ്ബ് ഇതുവരെ ആയിട്ട് തന്നിട്ടുണ്ട്. താങ്കൾ ജീവിതത്തിൽ 2 വർഷവും അനുഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞു ഒരുപാട് തിന്മകളുടെ ഇടയിലായിരുന്നു, അത്തരം തിന്മകളിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത്. ആ തിന്മകളൊക്കെ ഒഴിവാക്കാനും ആ തിന്മകൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനൊക്കെ ഇസ്ലാമാണോ ഒരു കാരണമായത്? തീർച്ചയായിട്ടും ഇസ്ലാം തന്നെയാണ് കാരണമായത്. എന്താ പറയാ, നമുക്കിത് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം മറക്കണ ലഹരിയാണ്. ഇപ്പൊ കള്ളുകുടി ആയാലും ഇപ്പൊ കഞ്ചാവ് പോലെ ആയാലും ബോധം മറച്ച് നമ്മളെന്താ ചെയ്യുക പ്രവർത്തിക്കണേ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഈ കൈ തന്നെ മദ്യപാനത്തിൽ തല്ലുപിടുത്തുണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ എല്ലാം ഒടിഞ്ഞു പോയതാണ്. എല്ലാം ഒടിഞ്ഞതാണത്, ഒടിഞ്ഞാനായതാണ്. ഇപ്പോഴും ഇതിൻ്റെ എനിക്കിത് ഓർമ്മയായിട്ട് എൻ്റെ റബ്ബ് തന്നെയാണ്. കാരണം പഴയ കാലത്ത് നീ എങ്ങനെയായിരുന്നു, പക്ഷെ ഇതിപ്പോഴും എവിടെയെങ്കിലും കൊണ്ടാൽ എനിക്ക് വേദന വരും. നമ്മളീ മദ്യപാനം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇപ്പം ഈ കാലഘട്ടങ്ങൾ കണ്ടില്ലേ, മദ്യപാനം സ്വന്തം ഉമ്മയെ കൊല്ലുന്നു. മദ്യം നമ്മളെ പല രീതിയിലും നമ്മളാകും. അതിൽ നിന്ന് റബ്ബ് എന്നെ രക്ഷിച്ചു അൽഹംദുലില്ലാ. ഇസ്ലാമാണ് അതിനെല്ലാ കാരണവും. ഇപ്പം 4 വർഷം ഇസ്ലാമായിട്ട് മദ്യപാനം നിർത്തിയിട്ട് എല്ലാ പഴം നിർത്തിയിട്ട് 5 വർഷം. ഞാൻ ഇതിനു മുമ്പ് ഒരു സഹോദരനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറയണ്ടായി, ഞാനൊരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയിരുന്നാൽ പോലും എനിക്ക് ഇങ്ങനെ മാറാൻ കഴിഞ്ഞിരുന്നില്ല. സത്യം 100%, 110% സത്യമായിരിക്കും. ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് പല ലഹരികളും ഇതിനേക്കാളും വലിയ വലിയ ലഹരികൾ ഉപയോഗിച്ചിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് പിന്നെയും തിരിച്ച് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഡബിളായിട്ട് ചെയ്യണ കുറേ പേരുണ്ട്. അതിനേക്കാൾ ഇത്ര സുന്ദരമാണ് ഇസ്ലാം. ഒരു ഡി അഡിക്ഷൻ സെന്ററിലും പോകണ്ട.
നമ്മൾ താനെ നിർത്തിക്കോളും. അതായത് തൗഹീദ് അള്ളാഹുവിനെ ഏകനായി സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ മറ്റു തിന്മകളെ എല്ലാം ഉപേക്ഷിക്കുന്ന അത് എളുപ്പമായി അത് എളുപ്പമായി തീരും. അൽഹംദുലില്ലാ നിസ്കാരം എന്നൊക്കെ എൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇതിലേക്ക് വന്നിട്ട് നിസ്കരിക്കാൻ അറിയാൻ പാടില്ല. ഇതിൽ കലിമോലിക്കേണ്ട നിസ്കാരം എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ എൻ്റെ 2 സുഹൃത്തുക്കൾ സനീഷും അനൂപും എന്നാണ് ഈ 2 സുഹൃത്തുക്കളുടെ പേര്. അനൂപിൻ്റെ വീട്ടിൽ പോയിട്ട് നിസ്കാരം എനിക്ക് കാണിച്ചു തന്നു. അപ്പം ഒളിച്ചും പാത്തൊക്കെ ആയിരുന്നു നിസ്കാരം. കാരണം ഇപ്പം എൻ്റെ വീട് ഇവിടെ ആണെങ്കിൽ ഒരു 2 കിലോമീറ്റർ അപ്പോഴൊരു ഉള്ളിലേക്കുള്ളൊരു സുന്നിപ്പള്ളി പോകുന്നു ഞങ്ങൾ 2 കൂടി. അവിടെ പോയിട്ട് നമസ്കരിക്കും. പിന്നെ ഇവൻ്റെ രാത്രി പോകുമ്പോൾ ഇവൻ്റെ ഒരു കവയുടെ ഇതൊരു വണ്ടിയായിരുന്നു, ഒരു ഏസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഉള്ളിൽ നമസ്കരിക്കും സുബൈ പള്ളിയിൽ. ആ സമയത്ത് പള്ളിയിൽ കയറാൻ എനിക്ക് നെഞ്ചിടിപ്പായിരുന്നു. കാരണം ഞാൻ ഈ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴും ശൈത്താൻ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ഇതിലെ ബേക്കൊന്ന് വലിക്കാൻ നോക്കി. കാരണം എനിക്ക് ഈ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഇനി ഇവർ പിടിക്കോ, എന്തെങ്കിലും ചീത്ത പറയോ, അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ ഈ ഒളിച്ചും പാത്തുള്ള നിസ്കാരം വണ്ടിയുടെ ഉള്ളിൽ കയറിയതിൽ പെട്രോൾ പമ്പിൽ നിന്ന് നോമ്പ് കൊടുത്ത് വണ്ടിയിൽ നിന്ന് നമസ്കരിക്കും. അൽഹംദുലില്ലാ. നമസ്കരിക്കുമ്പോഴുള്ളൊരു ഫീലിംഗ് എന്തായിരുന്നു? ആദ്യം നമസ്കരിക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് സുജൂദ്. അതാ സുജൂദിലേക്ക് പോകുമ്പോൾ ഒരു എവിടെയും കിട്ടാത്തൊരു, എനിക്ക് പറയാൻ പറ്റൂല, എനിക്ക് വല്ലാത്തൊരു എന്താ പറയാ, അതൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാൻ പറ്റൂല. ഭയങ്കര ഒരു സുഖമാണ് അത് ഫസ്റ്റ് സുജൂദ്. അൽഹംദുലില്ലാ. നമ്മ വേറൊരു ആത്മീയതയിലേക്ക് പോണ പോലെയാണ് എൻ്റെ ആദ്യത്തെ നമസ്കാരം. അൽഹംദുലില്ലാ. ഭയങ്കര ഒരു വേറെ ഞാൻ ക്രിസ്ത്യാനി സമയത്തും അവിടുത്തെ ആരാധനകളെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ചെയ്യില്ല. മുട്ടുകുത്തുക, എന്താ പറയുക, കണ്ട ബിംബങ്ങളെ ആരാധിക്കുക. എനിക്ക് അതിൽ അന്നും ഉള്ളിലൊരു ഇതുണ്ട്, ഈ ജീവനില്ലാത്തതിനേക്കാ നമുക്കിങ്ങനെ ആരാധിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ ആരാധിക്കും. അവിടെ ഒരു എന്താ പറയാ, ഇത് തെറ്റാണ് എന്നാൽ ശരിയാണ്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ചിലപ്പോൾ അതായിരിക്കാം റബ്ബന്നെ അതിൽ നിന്ന് മാറ്റി അള്ളാന്റെ ദീനിലേക്ക് തന്നെ എത്തിച്ച കാരണം. എന്തല്ല ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങളെ കുറിച്ച് എന്താണ് വിചാരിച്ചിരുന്നത്? മുസ്ലിങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചീത്ത രീതിയിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചെറുതിലെ നമ്മുടെ അവിടെ ഒരു സുന്നിപ്പള്ളി ഉണ്ട്, അത് നമുക്ക് കാണാം. റോട്ടിൽ കൂടെ പോകുമ്പോൾ അവർ സുജൂതി കിടക്കണ കാണാം. അത് ചെറുതാണ് അന്ന്, എനിക്ക് കൂടി ഒരു 10-13 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്കിടയിലും സാധാരണ പോകുമ്പോൾ ഇവർ കാണാം പുറത്തുനിന്ന് സുജൂതി ചെയ്യണതും. അപ്പൊ ഞാൻ ഓർത്ത് ഇവരിക്കുന്ന പ്രാന്താണ്. ഈ തലവേദന എടുക്കൂലേ, ഈ തറയെ പോയിട്ട് സുജൂതി ചെയ്യുമ്പോൾ നെറ്റ് പോയി മുട്ടുമ്പോ തലയിൽ പോയി മുട്ടുമ്പോ ഇരിക്കും പ്രാന്താണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തോന്നും ഇവരെന്താണ് എനിക്കും ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് അറിയണമല്ലോ അന്ന് തോന്നി. പിന്നെ പല ഈ ഓരോ താടിക്കാരെ കാണുമ്പോ ഇവരൊക്കെ പ്രാന്താണെന്നൊക്കെ. അന്ന് മുസ്ലിങ്ങൾ എന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വെറുപ്പ് പോലെയായിരുന്നു, ഇഷ്ടമല്ല. ഫ്രണ്ട്സ് ഉണ്ട് മുസ്ലിംസ്, പക്ഷെ ഇതേപോലെയൊക്കെ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത ഒരു മുസ്ലിങ്ങളായിരിക്കും ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. പേര് മാത്രം ഇപ്പൊ ഷംനാദ് പേര് മാത്രം ഉണ്ടാവും, പക്ഷെ ചെയ്യണ മൊത്തം പ്രവൃത്തി വേറെ രീതിയായിരിക്കും. നമ്മുടെ മുമ്പിൽ അതാണ്. അവർക്ക് പള്ളിയിൽ പോക്കൂല, കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ടൈം നമ്മുടെ ഒപ്പം തന്നെ ആയിരിക്കും. അപ്പൊ അൽഹംദുലില്ലാ അത് അങ്ങനെ അറിയണമെന്നൊക്കെ തോന്നി ഇസ്ലാമു. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സമയത്ത് അത് ആ ധാരണകളൊക്കെ മാറി. ഇത് കലിമ വലിയ അൽഹംദുലില്ലാ ഇതിലേക്ക് ഓരോരുത്തരെ പരിചയപ്പെട്ട് വന്ന് ശരിക്കും അപ്പൊ തോന്നി എനിക്ക് ഇസ്ലാം ആയാൽ മതി, ഞാൻ ഭയങ്കരമായിട്ട് വൈകി പോയല്ല എന്നൊരു ചിന്ത എനിക്ക് അവിടെ തോന്നി. അൽഹംദുലില്ലാ. എന്താ പറയാ, മുസ്ലിങ്ങളുടെ യഥാർത്ഥ മുസ്ലിങ്ങളുടെ പെരുമാറ്റം ഇതാണ് ശരിക്കും യഥാർത്ഥ മുസ്ലിങ്ങളുടെ പെരുമാറ്റം. മറ്റേന്ന് പറഞ്ഞാൽ മുസ്ലിം പേര് നാമം മാത്രമേ ഉള്ളൂ, നാമധാരികളാണ് അവർ, പക്ഷെ അവർ ശരിക്കും മുസ്ലിങ്ങളല്ല. ഇതിലേക്ക് കടന്നു വന്നു. എന്താണ് യഥാർത്ഥം ഇസ്ലാമിന്റെ ഒരു എന്താ പറയാ, ഇസ്ലാം എന്ന മതം കൈക്കൊണ്ടിട്ട് ഓരോരുത്തരും നമ്മളോട് പെരുമാറുന്ന രീതി. നമ്മ എവിടെ ചെന്നാലും നമ്മൾ സ്വന്തം സഹോദരനെ പോലെയൊക്കെയാണ് എല്ലാവരും സ്വീകരിക്കുന്നതും കാര്യങ്ങളും. താങ്കൾ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് താങ്കൾ ആദ്യമായി കേൾക്കുന്നത്. അത് വലിയൊരു ഇൻസ്പിറേഷനായി. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കൂടെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ സഹാബിയാണ്. സ്വഹാബി. അദ്ദേഹത്തെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നിയത്? ഉമർ റളിയല്ലാഹു ഉമർ ജാഹിലിയ കാലഘട്ടവും പറയുന്നുണ്ട്, ഇസ്ലാമിലേക്ക് വന്നൊരു കാലഘട്ടവും പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നൊന്നും ഉമർ വേറൊരു ഉമറാണ്. എന്താണ് ഇപ്പൊ ഭരണം കിട്ടിയപ്പോ അവിടെ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് തോന്നി രാത്രി മൊത്തം എന്താ പറയാ സ്വന്തം ജനങ്ങളെ സേവിച്ച് നടക്കുന്ന വേഷം മാറി ഭക്ഷണം കൊടുക്കുന്ന ഒരു ഉമറും പഴയ ഉമറും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ശരിക്കും ഉമറിനെ മാറ്റിയത് ഇസ്ലാമാണ് അല്ലേ? ഈ എക്സ് മുസ്ലിങ്ങളും അതുപോലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഒക്കെ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ ഖുർആനിനെ അതേപടി ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ, അവൻ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ ഒരു ചിത്രതയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ ഒക്കെ ഒരാളായി മാറും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏറ്റവും അധികം ഈമാൻ ഉള്ളത് ആർക്കാണ്? ഈ ജനങ്ങളിൽ ഏറ്റവും അധികം ഈമാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഒരാൾ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാക്സിമം ആവാൻ കഴിയുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, താങ്കൾ പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെയുള്ള സഹാബാക്കളെ പോലെയാണ് ആവാൻ കഴിയുക. അവരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നോക്കിയാൽ മതി. അവരെങ്ങനെയാണ് ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയത്, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് കൃത്യമായി പഠിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാകും ഇസ്ലാം ഒരാൾ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ അവൻ എന്താണ് ആവുക എന്നുള്ളത്. ശരിക്കും ഇപ്പൊ തീവ്രവാദം എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊരു താടി വെച്ചു ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് നടന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഇവൻ താടി നീട്ടി വളർത്തണ്. ആ സമയത്ത് മറ്റേത് വേറെ രീതി ഒരു പയ്യൻ പോയി കഴിഞ്ഞാൽ കാതും കുത്തി മുടിയും വളർത്തി താടി ഇല്ലാണ്ട് നടന്നു ജനങ്ങൾക്കൊരു കുഴപ്പമില്ല. ജനങ്ങളുടെ മുമ്പിൽ എന്താണ് താടി വെച്ച് ഇത് കഴിഞ്ഞാൽ എല്ലാം ഭീകരവാദികൾ എന്നാണ്. പക്ഷെ യഥാർത്ഥ ഒരു എന്താ പറയാ ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല നമുക്ക്. എന്താണ് ഇസ്ലാമിക കുടുംബജീവിതത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സമാധാനം, അതാണ് ഏറ്റവും, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമുക്ക് ഇടക്ക് നമ്മുടെ ഉള്ളിൽ ശൈത്താൻ കയറി വരും. നമ്മുടെ കുടുംബജീവിതത്തിൽ അവൻ നശിപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞേക്കണത്, വാക്ക് കൊടുത്തേക്കണത്. ഇടക്ക് ശൈത്താൻ കയറി വരും. പക്ഷെ നമ്മ അതെല്ലാം തരണം ചെയ്ത് അൽഹംദുലില്ലാ ഹൈറോഡ് കൂടി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഒരു കുഞ്ഞുമോളും കൂടി നല്ലൊരു ചെറിയ കുടുംബം നല്ല രീതിയിൽ പോകണം അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ എന്തിനും കൂടെ നിൽക്കണ ഒരു 3 കൂട്ടുകാർ ഏത് രാത്രി വിളിച്ചാലും നമുക്ക് അവരുടെ എന്താ പറയാ അവരുടെ ഭാര്യമാരും അവരുടെ ഉമ്മ പാപ്പ എല്ലാം നമുക്കിപ്പോ ഒരു പുതിയൊരു എന്താ പറയാ നമുക്കൊരു പുതിയ ഫാമിലിയാണ് കിട്ടിയേക്കണത്. ഈ 3 കുടുംബത്തിൽ പുതിയ ബന്ധുമിത്രാദികൾ നമുക്ക് ഇസ്ലാമിൽ കടന്നു വന്നതോടുകൂടി എല്ലായിടത്തും ബന്ധുക്കളാണ്. എവിടെ ചെന്നാലും നമുക്ക് ബന്ധുക്കളാണ്. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ ഒരു ഗുണം. താങ്കൾ ആ സ്നേഹം അനുഭവിക്കുന്നുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അനുഭവിക്കുന്നുണ്ട്. നമുക്ക് എന്ത് കാര്യത്തിന് കൂടെ ഉണ്ടാവും ആൾക്കാർ. പക്ഷെ ഞാനിതുവരെ മറ്റൊരു മതസ്ഥലിൽ ഇത് കണ്ടിട്ടില്ല. മറ്റുള്ള മതസ്ഥലിൽ നമുക്ക് ഒഴിവാക്കാനേ നോക്കുള്ളൂ മാക്സിമം ഭാരമാവുമോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ചേർത്ത് പിടിക്കണം. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്നൊരു സമാധാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമാധാനം എന്നുള്ളൊരു മതമാണ്. ഖുർആനൊക്കെ പഠിച്ചോ ഉമർ? ഖുർആൻ ഇപ്പം ഇതുവരെ വായിച്ച് പഠിച്ചിരുന്നാലും പരിഭാഷ വായിക്കും. ഖുർആൻ ഓതാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ? പഠിച്ചു വരുന്നേ ഉള്ളൂ. കാണാതെ ഓതാൻ അറിയുന്ന ഏതെങ്കിലും സൂറത്തുണ്ടോ? കുറച്ച് സൂറത്തൊക്കെ അറിയാം. ഒരു സൂറത്ത് ഒന്ന് ഓതാം. ആയത്തുൽ കുർസി. ഖുർആനിൽ നിന്നൊരു ഭാഗം ഓതാനല്ലേ? ആയത്തുൽ കുർസി ഓതാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നഊം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിയ കുർസിയുസ് സമാവാതി വൽ അർദ് വലാ യഹ്ദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അലീം. ഇതെങ്ങനെ പഠിച്ചെടുത്തേ? ഇത് നമ്മുടെ കൂട്ടുകാരൻ പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന പഠിച്ചത്. മലയാളത്തിൽ അവൻ
എഴുതി കൊണ്ടുവന്നു. ഇതേപോലെ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെയാണ് ഉം. ഫാത്തിഹയും ഓരോരോ ഇപ്പൊ സുജൂദി പോകുമ്പോൾ പ്രാർത്ഥന ആ ഇതേപോലെ പേപ്പറിൽ എഴുതി അങ്ങനെ ചൊല്ലി പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പഠിച്ചത്. പരമാവധി ഉച്ചാരണ ശുദ്ധിയോടെയൊക്കെ ചെല്ലാൻ ഉമർ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നല്ല രീതിക്ക് ഈ ഭാഷ പഠിക്കാനോ ഖുർആൻ ഓതാൻ പഠിക്കാനോ ഒക്കെ ഉമറിന് കഴിയട്ടെ. എന്താണ് അവസാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു മെസ്സേജ് തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സത്യം അന്വേഷിക്കുക. നിങ്ങൾക്ക് ഏതാണ്, ഇപ്പോൾ ഹിന്ദു ആണോ ക്രിസ്ത്യാനാണോ മുസ്ലിമാണോ, ഇതിൽ മൂന്ന് നിങ്ങൾ അന്വേഷിക്കുക, പഠിക്കുക. ഇതിനെപ്പറ്റി നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് അള്ളാഹു എന്താണ് ഇസ്ലാമെന്ന് ഇൻഷാ അല്ലാഹ് കാണിച്ചു തരും തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതം ഈ ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിൽ നമ്മളൊരു യാത്രക്കാരെ പോലെയാണ്. നമുക്കത് നമ്മുടെ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇറങ്ങണം. ആ സ്ഥലം ആഹിറോ, നമുക്ക് മരണമില്ലാത്തൊരു ജീവിതമുണ്ട്. അവിടെ നന്മതിന്മകൾ വേർതിരിക്കപ്പെടും. നന്മ ചെയ്തവന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും, തിന്മ ചെയ്തവന് അവിടെ കത്തിയാളുന്ന നരകവുമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിക്കുക, അറിവുകൾ നേടുക. ഇസ്ലാം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് മനസ്സിരുത്തി പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയിച്ചു തരട്ടെ. വളരെയധികം നന്ദിയുണ്ട് ഉമർ, ഇത്രയും സമയം ഞങ്ങളുമായി ചെലവഴിച്ചതിന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.